ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 19 ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ചാപ്റ്റർ 19 പേര് പോപ്പുലർ റെസിസ്റ്റൻസ് ടു കമ്പനി ലോ. പോപ്പുലർ റെസിസ്റ്റൻസ് ഇൻ കമ്പനി ലോ, അതായത് ബ്രിട്ടീഷ് ഭരണത്തിന് എതിരെയുള്ള ജനങ്ങളുടെ എതിർപ്പ് എന്നാണ് ആ പാഠഭാഗത്തിൽ പറയുന്നത്. അപ്പോ നമുക്കറിയാം, നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ, അതായത് നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിയാം. അതിന്റെ പരിണിത ഫലങ്ങൾ നമ്മുടെ ജനങ്ങൾ ഒരുപാട് അനുഭവിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു, അല്ലെ? അതുപോലെ തന്നെ ഈ ചാപ്റ്ററിലും നമ്മൾ 5 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് നോക്കുന്നത് 1857 കലാപം, 1857 റിവോൾട്ട്. ആ റിവോൾട്ടിന്റെ കാരണങ്ങൾ, അതിൽ തന്നെ കുറച്ച് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. കാരണങ്ങൾ, പിന്നെ നമ്മുടെ ഫക്കീർ കലാപം, സന്യാസി കലാപം, സന്താൾ കലാപം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട NIS കുട്ടികളോട് പറയാനുള്ളത്, പാഠങ്ങളെല്ലാം എന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പഠനം ഏതുവരെ ആയി എന്ന് നിങ്ങളുടെ കൈകളിലാണ്, നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കൈകളിലാണ്. അപ്പൊ നന്നായിട്ട് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ പഠനം ആ ഒരു രീതിയിൽ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ പഠനം വളരെ സന്തോഷം തരുന്ന ഒന്നാണ്. അല്ല, പഠിക്കണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ട്, പക്ഷെ അത് ഭയങ്കര പാടുപെട്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്ന പോലെ ഫീൽ ചെയ്തു കഴിഞ്ഞാൽ അതൊരു പഠനം ഒരു ആസ്വാദകരമായില്ല. എനിക്ക് പഠിക്കാൻ ഉണ്ട്, പക്ഷെ എനിക്ക് വയ്യ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും എനിക്ക് പഠിക്കണം, എനിക്കാണ് എന്നുള്ളൊരു രീതിയിൽ പോകാം. അപ്പൊ ഇനി എന്തായാലും വലിച്ചു നീട്ടുന്നില്ല, ക്ലാസ്സിലോട്ട് നമുക്ക് പോവാം. ചാപ്റ്റർ 19, ബ്രിട്ടീഷ് ഭരണത്തോടുള്ള നമ്മുടെ എതിർപ്പ്, പാഠഭാഗം. ഓക്കെ, നമുക്ക് നോക്കാം. 1857 റിവോൾട്ട് ആണ്. അപ്പൊ അതിൽ തന്നെ ഉണ്ട് എന്നാണ് റിവോൾട്ട് നടന്നത്. 1857, 1857 റിവോൾട്ട് ആണ്. അപ്പോ ഇങ്ങനെ ഒരു റിവോൾട്ട് ഉണ്ടാകാനായിട്ട് ഇന്ത്യൻ ജനങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കാം? വേറെ ഒന്നും നമ്മൾ പരിശോധിക്കേണ്ട. ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്ന പല കാര്യങ്ങളും നമുക്ക് ഡൈജസ്റ്റ് ആയില്ല, അല്ലെ? കാരണം എന്താണ്? എത്രത്തോളം നമ്മളെ ചൂഷണം ചെയ്യാൻ പറ്റുമോ, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുമോ, അതിനപ്പുറം അവർ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അവിടെ നികുതികളായാലും, അവിടെ ഇവിടുത്തെ നിയന്ത്രണങ്ങളായാലും, നിയമങ്ങളായാലും ഒക്കെ നമ്മളെ ടോർച്ചർ ചെയ്യുന്ന രീതിയിലായിരുന്നു. അപ്പോ എത്രാന്ന് പറഞ്ഞ ആൾക്കാർ സൈലന്റ് ആയിട്ടിരിക്കും, അല്ലെ? പെട്ടെന്നൊരു നിമിഷം അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഷൗട്ട് ചെയ്യാനും പ്രതികരിക്കാനും തുടങ്ങി. അതാണ് നമ്മുടെ 1857 റിവോൾട്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ആ 1857 റിവോൾട്ടിൽ 4-5 കാരണങ്ങളുണ്ട്. അതായത് ആ കാരണങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ 1857 റിവോൾട്ട് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിരിക്കും, ഞാൻ ഉറപ്പ് പറയുന്നു, ഇത് ചോദിച്ചിരിക്കും. എന്തായാലും 100% ഈ ഒരു പാഠത്തിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. കാരണം അത്രയ്ക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ PGക്ക് പോയാലും ഡിഗ്രിക്ക് പോയാലും എനിവേ ഒരു PSC സ്റ്റുഡന്റ് ആയാൽ പോലും നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് 1857 റിവോൾട്ട് എന്ന് പറയുന്നത്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് 1857 റിവോൾട്ട് എന്ന് പറയുന്നത്. അതായത് 1857 കലാപം എന്ന് പറയുന്നത്. ഓക്കെ, ഈ 1857 കലാപത്തിന് 2 പേരുകളുണ്ട്. ശിപ്പായി ലഹള എന്ന് അറിയപ്പെടുന്നു. ശിപ്പായി ലഹള എഴുതി വെച്ചോ, എഴുതി വെക്കുക. ശിപ്പായി ലഹള. അതുപോലെ തന്നെ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്നും ശിപ്പായി ലഹള എന്നും അറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ 1857 റിവോൾട്ട് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്ന് നമുക്ക് വഴിയെ മനസ്സിലാവും. പിന്നെ എന്താണ് പറയുന്നത്? ഈ ഒരു 1857 റിവോൾട്ട് ഫസ്റ്റ് ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ മീററ്റിലാണ്. എവിടെയാണ് ആരംഭിച്ചത്? മീററ്റിലാണ്. 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. അത് ഒരു ഓൺവേർഡ് ക്വസ്റ്റ്യൻ ആണ്. 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? 1857 കലാപം മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെട്ടത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം 1857 കലാപത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് രാഷ്ട്രീയ കാര്യങ്ങൾ, അല്ലെ? രാഷ്ട്രീയ കാര്യങ്ങൾ. പിന്നെ സാമ്പത്തിക കാര്യങ്ങൾ, പിന്നെ സൈനിക കാര്യങ്ങൾ. അവസാനം ഒന്നുണ്ട് പെട്ടെന്നുണ്ടായ കാരണങ്ങൾ. ഏതൊരു ഇതൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ടക്കന് എന്ത് ചെയ്യുന്നത്? ഷൗട്ട് ചെയ്യുന്നത്. അതുപോലെ ഇതിനും ഒരു പെട്ടെന്നുണ്ടായ കാരണം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റത്തത് സാമ്പത്തിക കാരണങ്ങൾ. സാമ്പത്തിക കാരണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയെ വളരെയധികം എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു, അല്ലെ? പലതരം നികുതികൾ കൊണ്ടുവന്നു. അതാണ് സാമ്പത്തിക കാരണങ്ങൾ വരുന്നത്, അല്ലെ? നികുതികൾ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, അല്ലെ? റൈറ്റ് വാരി സിസ്റ്റം, ജമീന്ദാരി സിസ്റ്റം, ഇതൊക്കെ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഈ നികുതി വ്യവസ്ഥകളൊക്കെ വന്നപ്പോൾ പാവപ്പെട്ട കർഷകരുടെ അവസ്ഥ വളരെ പരിതാപകരമായി.
അവർക്കത് അടയ്ക്കാൻ കഴിയാതെ വന്നു. അങ്ങനെ തന്നെ അവരുടെ സാമ്പത്തിക ഭദ്രത പരിങ്ങലിലായി. അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? കടക്കിണി മൂലം പല കർഷകർ ആത്മഹത്യ വക്കിലോട്ട് പോയി. ഇതാണ് സാമ്പത്തിക ഘടകങ്ങളിലുള്ളത്. കാരണം ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്ന എന്താണ് നികുതി വ്യവസ്ഥ, ടാക്സ് സിസ്റ്റം നമ്മുടെ ഇന്ത്യക്കാർക്ക് അങ്ങോട്ട് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വികസ്വര കൺട്രിയാണ്. അതായത് സാമ്പത്തികപരമായിട്ട് അത്ര ഭദ്രതയും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നു. ആ സമയത്താണ് ഇവർ വന്നിട്ട് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ടാക്സ് ഇവിടേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ആ ഹ്യൂജ് ആയിട്ടുള്ള ടാക്സ് ഇവർക്ക് ഒരു ബേർഡൻ ആയിട്ട് മാറുകയും അത് അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലോട്ട് മാറുകയാണ്. അതാണ് സാമ്പത്തിക കാരണങ്ങൾ നിങ്ങൾ എഴുതാനായിട്ടുള്ളത്. അപ്പൊ എപ്പോഴും ഈ കാരണങ്ങൾ പഠിച്ചു വെക്കുക. സാമ്പത്തിക കാരണങ്ങൾ, സൈനിക കാരണങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് എന്തൊക്കെയാണ്? രാഷ്ട്രീയ കാരണങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ പെട്ടെന്നുണ്ടായ കാരണങ്ങൾ. ഈ 4 ഘടകങ്ങളും എന്ത് ചെയ്യുക. പിന്നെ മതപരമായ ഘടകങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് ഇതിൽ കൂടെ പഠിക്കാം. സാമ്പത്തിക കാരണങ്ങൾ എന്താണ്? ബ്രിട്ടീഷുകാർ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്ത ടാക്സ് സിസ്റ്റം ഒരു കാരണവശാലും എന്ത് ചെയ്യേണ്ടി വന്നില്ല, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഇന്ത്യക്കാർക്ക് കഴിയാതെ വന്നു. കാരണം അവർ വളരെ ബുദ്ധിമുട്ടിലായി, അല്ലെ? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, അല്ലെ? അങ്ങനെയുള്ള കോൺവാലിസ് പ്രഭു, ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ ഇവിടെ ഒരുപാട് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലുള്ള കൃഷി തന്നെ വളരെ എന്തായി മാറുന്നു? ശോചനീയ അവസ്ഥയിലോട്ട് പോവുകയാണ്. അതാണ് നമ്മുടെ സാമ്പത്തിക കാരണങ്ങളിൽ വരുന്നത്. ഓക്കെ, ഇനി അത് മാത്രമല്ല, ഇന്ത്യക്കാരെ എന്തായിട്ടാണ് ഒരു സാമൂഹികപരമായിട്ട് നമ്മൾ അവജ്ഞരായിട്ടാണ് കണക്കാക്കിയത്. ഒന്നിനും കഴിവില്ലാത്ത അല്ലെങ്കിൽ ഒന്നിനും കഴിവില്ലാത്ത നമ്മുടെ ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർ തരം താണവരായിട്ടാണ് പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ കാണുന്നത്. തരം താണ വ്യക്തികളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. മനസ്സിലായോ? ഇന്ത്യക്കാരെ തരം താണ വ്യക്തികളായിട്ടാണ് ബ്രിട്ടീഷുകാർ കണക്കാക്കിയിരുന്നത്. ഒരു കാരണവശാലും നമ്മുടെ അംഗീകരിക്കാനായിട്ട് അവർ എന്ത് ചെയ്തില്ല, ആഗ്രഹിച്ചുമില്ല, തയ്യാറായുമില്ല. അവരുടെ ഇഷ്ടങ്ങൾ ഇവിടെ അടിച്ചേൽപ്പിക്കാനായിട്ടാണ് ബ്രിട്ടീഷുകാർ കിണഞ്ഞ് പരിശ്രമിച്ചത്. ഓക്കെ, അതാണ് നമ്മുടെ സാമ്പത്തിക കാരണങ്ങൾ. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നേരെ നമ്മൾ എവിടേക്ക് പോവുകയാണ്? സൈനിക കാര്യങ്ങളിലേക്ക്. സൈനിക കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശിപ്പായിമാർ. ശിപ്പായി എന്ന് പറയുന്ന പട്ടാളക്കാർ, അല്ലെ? ഇന്ത്യൻ പട്ടാളക്കാരെ അവജ്ഞയോടെയാണ് കണ്ടിരുന്നത്. ആര്? ബ്രിട്ടീഷുകാർ. മനസ്സിലായോ? അപ്പൊ ഇന്ത്യൻ പട്ടാളക്കാരെ വളരെ ബുദ്ധിമുട്ടിച്ചു. ജോലി ഭാരം ഇരട്ടിച്ചു കൊടുത്തു. അവർക്ക് എന്താണ്, അവരുടെ ക്യാമ്പുകളിൽ അല്ലെങ്കിൽ അവരുടെ സ്ഥലത്ത് അവർക്ക് വേതനം എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലി ചെയ്തിട്ടുള്ള കൂലി കൊടുക്കാതെയായി. അതായത് ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് വളരെ കൂടുതലായിട്ട് സാമ്പത്തിക ഫീസ് ശമ്പളം കൊടുക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർക്ക് എങ്ങനെയാണ് കൊടുക്കുന്ന എമൗണ്ട് വളരെ കുറവായിരുന്നു. അതാ ഇവിടെ പറയുന്നത് സൈനികപരമായിട്ടുള്ള കാരണങ്ങൾ, അല്ലെ? ഇന്ത്യക്കാരെ അവജ്ഞയായിട്ടാണ് കണക്കാക്കി. അപ്പൊ ഇന്ത്യൻ പട്ടാളക്കാരെ അവർ അക്സെപ്റ്റ് ചെയ്യോ? ഇല്ല, അല്ലെ? അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ശിപ്പായി ലഹള എന്ന് പറയാൻ തന്നെ കാരണം എന്താണ്? പട്ടാളക്കാരുടെ ഈ ലഹളയിലോട്ട് വന്നു. ഈ 1857 റിവോൾട്ട് മുന്നിൽ നിന്നത് ആരാണ്? ശിപ്പായിമാരാണ്. അതുകൊണ്ടാണ് ഇതിന് ശിപ്പായി ലഹള എന്നും കൂടെ പറയുന്നത്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് എന്താണ് ഉള്ളതിനേക്കാൾ കുറഞ്ഞ വേതനമാണ് നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർക്ക് ഇവർ നൽകിയിരുന്നത്, അല്ലെ? ഇന്ത്യൻ ശിപ്പായിമാർക്ക് നൽകിയിരുന്നത്. അത് മാത്രമല്ല ജോലിഭാരം ഇരട്ടിച്ചു കൊടുക്കുകയും ഒരുപാട് പണിയെടുപ്പിക്കുകയും ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്തു. ഇതെല്ലാം അവർക്കും വളരെ വേദന ഉണ്ടാവുകയും അവരും എന്തിലോട്ട് തിരിയാൻ കാരണമായി? 1857 റിവോൾട്ടിലോട്ട് തിരിയാനായിട്ട് കാരണമായി. അപ്പൊ 2 കാരണമായല്ലേ? സാമ്പത്തിക കാരണമായി, സൈനിക കാരണം. സാമ്പത്തിക കാരണങ്ങൾ ടാക്സിന്റെ പ്രശ്നങ്ങള്. ഇനി സൈനിക കാരണങ്ങളിലാണ് ശിപ്പായിമാരുടെ പരിതാപകരമായ അവസ്ഥകൾ അല്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ടുകൾ. അതാണ് ശിപ്പായി ലഹള എന്ന് കൂടെ പറയാൻ കാരണം. ഓക്കെ, ശിപ്പായിമാരെ എങ്ങനെയാണ് കണക്കാക്കിയിരുന്നത്? അവജ്ഞയോടാണ് കണക്കാക്കിയത്. ഇഷ്ടമില്ലായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് ഒട്ടും തന്നെ വളരെ ഇവരെ എന്ത് ചെയ്യുന്നു? ടോർച്ചർ ചെയ്യുകയായിരുന്നു. അപ്പൊ ഇതെല്ലാം കൊണ്ട് ഇവർ എന്തിലോട്ട് തിരിഞ്ഞു? നമ്മുടെ 1857 റിവോൾട്ടിലേക്ക് തിരിയുകയാണ്. പിന്നെ രാഷ്ട്രീയ കാരണങ്ങൾ. മൂന്നാമത്തെ കാരണം എന്താണ്? രാഷ്ട്രീയ കാരണങ്ങൾ. രാഷ്ട്രീയ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രിട്ടീഷുകാർ ഇവിടെ കുറെ നിയമങ്ങൾ കൊണ്ടുവന്നു. വേണതും വേണ്ടാത്തതുമായ കുറെ നിയമങ്ങൾ കൊണ്ടുവന്നു. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ച ദത്തവകാശ നിരോധന നിയമം, അല്ലെ? ദത്തവകാശ നിരോധന നിയമം, സൈനിക വ്യവസ്ഥ, ഇതെല്ലാം കൊണ്ടുവന്നു. ഇതെല്ലാം നമുക്ക് ഗുണകരമായിരുന്നോ? ഒരിക്കലും അല്ല. പിടിച്ചടക്കൽ നയം. അവരെ എന്ത് ചെയ്യുന്നു? സത്താറ, അതുപോലെ തന്നെ ബീഹാർ പ്രവിശ്യകളെല്ലാം അവർ എന്ത് ചെയ്തു? അവരുടെ കീഴിലാക്കി, അല്ലെ? അതാണ് പിടിച്ചടക്കൽ നയം. ഇതൊന്നും നമ്മുടെ ഇന്ത്യൻ ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അംഗീകരിച്ചു കൊടുക്കാനായിട്ടോ കഴിഞ്ഞില്ല. വളരെയധികം ബുദ്ധിമുട്ടി, അല്ലെ? അതാ ഇവിടെ പറഞ്ഞ രാഷ്ട്രീയ കാരണത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? പിടിച്ചെടുക്കൽ നയം. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ പകുതിയോളം അവരുടെ കൈകളിലോട്ട് അവർ പിടിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചു. പിന്നെ നാട്ടുരാജ്യങ്ങളെല്ലാം കീഴടക്കി. പിന്നെ അധികാരം അവരുടെ കൈകളിലാണ്. അതാണ് മെക്കാളെ പ്രഭു പറഞ്ഞത് എന്താണ്? വർണ്ണത്തിൽ എങ്ങനെയാണ് ഇന്ത്യക്കാരും പിന്നെ എന്താണ് അഭിരുചിയിൽ ആരെപ്പോലെ ബ്രിട്ടീഷുകാരെ പോലെ ഒരു ജനതയെ സൃഷ്ടിക്കലാണ് എന്റെ ധർമ്മം എന്ന് പറഞ്ഞ വ്യക്തിയാണ് മെക്കാളെ പ്രഭു,
അല്ലെ? ഇവിടെ പറയുന്നുണ്ട് കാണാൻ ആരെ പോലെ ഇരിക്കും? ഇന്ത്യക്കാരനെ പോലെ ഇരിക്കും. പക്ഷെ പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും എങ്ങനെയായിരിക്കണം? ബ്രിട്ടീഷുകാരുടെ ആവശ്യാനുസരണമായിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? നമ്മളെ ഇവിടെ അല്ലെങ്കിൽ എന്താണ് അടിച്ചമർത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിടിച്ചെടുക്കൽ നയവും അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളെ കൈയടക്കുന്ന രീതിയും ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത് പ്രത്യേകിച്ച് പറയുന്നത്. ഒന്നാമത്തത് സാമ്പത്തിക കാരണങ്ങൾ, രണ്ടാമത്തത് എന്താണ് സൈനിക കാരണങ്ങൾ, പിന്നെ ശിപ്പായിമാരുടെ കാര്യങ്ങളാണ് നമ്മൾ എവിടെ പറയുന്നത്. അപ്പൊ എന്താണ് ശിപ്പായിമാരുടെ കാര്യങ്ങളാണ് സൈനിക കാര്യങ്ങളിലോട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തിവിടെ പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സാമ്പത്തിക കാരണങ്ങൾ, ടാക്സസ്. ഓക്കെ, ഇനി നാലാമത്തെ കാര്യങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ പെട്ടെന്നുണ്ടായ കാരണം. ഇതാണ് എക്സാമിന് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത് എന്താണ്? ഈ ശിപ്പായിമാർക്ക് അല്ലെങ്കിൽ എന്താണ് ഈ ശിപ്പായിമാർക്ക് ഒരു എൻഫീൽഡ് കൊടുത്തു, അതായത് ഒരു തോക്ക് കൊടുത്തു. ആര്? നമ്മുടെ ബ്രിട്ടീഷർ. കഥ പോലെ പഠിച്ചു നോക്കി. ബ്രിട്ടീഷർ ഒരു തോക്ക് കൊടുത്തു. അതിൽ എന്താണ് അവർ നിറച്ചിരുന്നത്? പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് കൊണ്ടുള്ള ഒരു ദ്രാവകമാണ് ഇതിൽ ഒരു എന്ത് ചെയ്തത് നിറച്ചിരുന്നത്. മനസ്സിലായോ? പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് പോലുള്ള ഒരു തിരകളാണ് ഈ തോക്കിനുള്ളിൽ അവർ നിറച്ചിരുന്നത്. ഓക്കെ, നിറയ്ക്കുന്ന മുമ്പ് കടലാസ് കടിച്ചെടുത്ത് നീക്കം ചെയ്യണമായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇന്ത്യക്കാരെ വ്രണപ്പെടുത്തുന്ന രീതിയാണ്. ഇന്ത്യൻ മതത്തെ വ്രണപ്പെടുത്തുന്ന ഒരു രീതിയിലോട്ട് ആര് പോയി? ബ്രിട്ടീഷുകാർ പോയി. അത് അറിയാലോ, നമ്മുടെ പശുവായാലും മറ്റ് പന്നി ഇതൊക്കെ ആണെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോ ഇന്ത്യൻ മതത്തെ, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള മറ്റു നടപടികൾ ആര് കൊണ്ടുവന്നു? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. അത് പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത് എന്താണ്? സൈനികർക്ക് ഉപയോഗിക്കാൻ നൽകിയ തോക്കിനുള്ളിൽ, മനസ്സിലാവുന്നുണ്ടോ? സൈനികർക്ക് ഉപയോഗിക്കാൻ നൽകിയ തോക്കിനുള്ളിൽ പശുവിന്റെയും പന്നിയുടെയും എന്ത് നൽകി? കൊഴുപ്പ്. ആ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പുള്ള ആ ദ്രാവകം ഗ്രീസ് ഏതിലോട്ട് നിറച്ചു കൊടുത്തു? ഈ തോക്കിനുള്ളിൽ നിറച്ചു കൊടുത്തു. അപ്പോ ഇത് എന്ത് ചെയ്തു? ഉപയോഗിച്ചു. ഇത് ഉപയോഗിക്കാനായിട്ട് അവരോട് പറയുകയാണ്. അത് ഇവർക്ക് മനസ്സോടെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഉപയോഗിക്കണമെന്നുണ്ട്. പക്ഷെ ഉപയോഗിച്ചില്ലെങ്കിൽ അടിയും എന്ത് ചെയ്യും? കിട്ടും, അല്ലെങ്കിൽ പണിഷ്മെന്റും കിട്ടും. അപ്പൊ ഇത് ഇവരുടെ മതവികാരത്തെ അല്ലെങ്കിൽ മതത്തെ തന്നെ വ്രണപ്പെടുത്തുന്ന ഒന്നായിട്ട് ആർക്ക് തോന്നി? ഇന്ത്യൻ പട്ടാളക്കാർക്ക് തോന്നി, അല്ലെങ്കിൽ ഇന്ത്യൻ ശിപ്പായിമാർക്ക് തോന്നി. ഇത് അവർക്ക് എന്ത് ചെയ്യാൻ, ഇവർക്ക് അംഗീകരിച്ച് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇത് ബ്രിട്ടീഷുകാർ ബോധപൂർവം ചെയ്യുന്ന ഒരു ഘടകമായിട്ട് തന്നെ ആര് കണക്കാക്കി? ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യക്കാർ കണക്കാക്കി. മനസ്സിലാവുന്നുണ്ട്? ഇതാണ് പെട്ടെന്നുണ്ടായ കാരണം. അതായത് മതവികാരത്തെ വ്രണപ്പെടുത്തുക എന്നൊരു കിംവദന്തി ആര് കൊണ്ടുവരികയാണ്? നമ്മുടെ ബ്രിട്ടീഷുകാർ കൊണ്ടുവരികയാണ്. അത് നമ്മുടെ ഇന്ത്യൻ ശിപ്പായിമാർക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. അതിന് ഫലമായിട്ടാണ് പെട്ടെന്ന് എന്തുണ്ടായത്? 1857 കലാപം ഉണ്ടാകാൻ കാരണം. നിങ്ങൾക്കറിയാം, ഇതാണ് മറ്റ് മതങ്ങളെ എന്ത് ചെയ്യും? പരസ്പരം കൂടെ നിർത്തി ഭിന്നിപ്പുകൾ ഉണ്ടാക്കി, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരിതാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ എന്ത് കൊണ്ടുവന്നത്? മുന്നോട്ട് കൊണ്ടുവന്ന നയം എന്ന് പറയുന്നത്. അതാണ് പെട്ടെന്നുണ്ടായ കാര്യം എന്ന് പറയുന്നത്. പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത് എന്താണ്? പശുവിന്റെയും പന്നിയുടെയും, ഇത് ഇങ്ങനെ തന്നെ പഠിക്കുക, പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് കൊണ്ടുള്ള എൻഫീൽഡ് തോക്കുകൾ ആർക്ക് ഉപയോഗിക്കാൻ കൊടുത്തു? നമ്മുടെ ശിപ്പായിമാർക്ക്, ഇന്ത്യൻ ശിപ്പായിമാർക്ക് കൊടുത്തു. അത് ഇന്ത്യൻ ശിപ്പായിമാരുടെ മതത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ എന്ത് ചെയ്യുന്നു? ഭിന്നിപ്പിക്കുക എന്നുള്ള ഒരു നയമാണ് ആരവിടെ കൊണ്ടുവന്നത്? ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്നത്. ഈ തോക്കുകൾ ഉപയോഗിക്കാൻ അവർ വിസമ്മതിച്ചു. അത് പെട്ടെന്ന് എന്തിലോട്ട് പോയി? നമ്മുടെ 1857 കലാപത്തിലോട്ട് പോവുകയായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ 1857 കലാപത്തിൽ ധാരാളം നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ധാരാളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഒരുപാട് കാര്യങ്ങൾ നടന്ന ഒരു വിപ്ലവമായിരുന്നു, കലാപമായിരുന്നു 1857 കലാപം എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 1857 കലാപം എവിടെയാണ് നടന്നത്? മീററ്റിലാണ് നടന്നത്. എവിടെയാണ് നടന്നത്? മീററ്റിലാണ് നടന്നത്. 1857 കലാപത്തിന് വേറൊരു പേരെന്താണ്? ശിപ്പായി ലഹള എന്നും അറിയപ്പെടുന്നു. ഇന്ത്യൻ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നു. പിന്നെന്താണ്? 1857 കലാപം എന്നറിയപ്പെടുന്നു. നടന്നത് എവിടെയാണ്? മീററ്റിലാണ് നടന്നത്. ഇതിന് കാരണങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? സാമ്പത്തിക കാരണങ്ങൾ. അത് എന്തൊക്കെയാണ് സാമ്പത്തിക കാരണങ്ങൾ? ബ്രിട്ടീഷുകാർ ഇവിടേക്ക് കൊണ്ടുവന്ന നികുതികൾ, അത് തന്നെയാണ് സാമ്പത്തിക കാരണം. അത് മാത്രമല്ല, നമ്മൾ ഇവിടുത്തെ കാർഷിക മേഖലയെ അവർ തച്ചുടച്ചു. എന്നിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടേക്ക് എന്ത് ചെയ്തു? ഹ്യൂജ് ആയിട്ട് ഇറക്കുമതി ചെയ്തു. സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നു, താനെ എന്ത് ചെയ്തു? തരിപ്പണമായി. അതാണ് സാമ്പത്തിക വ്യവസ്ഥയിൽ വരുന്നത്, അല്ലെങ്കിൽ സാമ്പത്തിക കാരണങ്ങളിൽ വരുന്നത്. ഇനി രാഷ്ട്രീയ കാരണങ്ങളാ? നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഡൽഹൌസി കൊണ്ടുവന്ന എന്താണ്? ദത്തവകാശം. അതുപോലെ തന്നെ നമ്മുടെ വെല്ലസ്ലി കൊണ്ടുവന്ന സൈനിക സഹായ വ്യവസ്ഥ. 1793 വെല്ലസ്ലി സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവരികയാണ്. സൈനിക സഹായ വ്യവസ്ഥ വഴി എന്താണ്?
അവിടെ എന്താണ് മറ്റ് രാജ്യങ്ങളെല്ലാം എന്ത് ചെയ്തു, പിടിച്ചടക്കി പോയി. അതുപോലെ ദത്തവകാശത്തിൽ എങ്ങനെയായിരുന്നു, ഒരാള് എന്താണ് ആൺകുട്ടികളില്ലാതെ മരിക്കുകയാണെങ്കിൽ മറ്റൊരു തൊഴിൽ നിന്നും ദത്തെടുക്കുന്ന ആ ഒരു രീതി എന്ത് ചെയ്തു, ഇവർ നിരോധിക്കുകയുണ്ടായി. അതാണ് ദത്തവകാശ നിരോധനം. അപ്പൊ ഇത് പിന്നെ പിടിച്ചെടുക്കൽ നയം, ഇതെല്ലാം ഇന്ത്യൻ ജനങ്ങളെ എന്ത് ചെയ്തു, ബുദ്ധിമുട്ടിക്കുന്ന തരത്തില് ആയിരുന്നു. പിന്നെ ഇവിടെ പറയുന്നുണ്ട് അടുത്തത് എന്താണ്, ഇന്ത്യക്കാരെ അവജ്ഞയോടെയാണ് കണക്കാക്കി. ഇന്ത്യക്കാരെ എങ്ങനെയാണ്, വളരെ എന്താണ് താഴെ തട്ടിലുള്ളവർ രീതിയിലാണ് കണക്കാക്കി, വളരെ ചൂഷണം ചെയ്തു. അപ്പൊ നമ്മൾ എപ്പോഴും കേട്ടോണ്ടിരിക്കോ, ഇല്ല അല്ലേ? പെട്ടെന്ന് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഷൗട്ട്. ആ പെട്ടെന്നുണ്ടായ കാരണമാണ് അടുത്ത പോയിന്റ്. എങ്ങനെയാണ്, പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് കൊണ്ടുള്ള എന്താണ് ഗ്രീസ് പോലുള്ള ദ്രാവകം നിറച്ച എന്ത് കൊടുത്തു, തോക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുത്തു, എൻഫീൽഡ് ഉപയോഗിക്കാൻ കൊടുത്തു. അത് ഉപയോഗിക്കാൻ ശിപ്പായിമാർ എന്ത് ചെയ്തില്ല, ആഗ്രഹിച്ചോ, അവർ എന്ത് ചെയ്തല്ലോ, ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. അതിന് ഫലമായിട്ടാണ് പെട്ടെന്ന് എന്തുണ്ടായത്, 1857 കലാപം ഉടലെടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഇത്രയുമാണ് 1857 കലാപത്തിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ചിലപ്പോൾ നിങ്ങളോട് 1857 കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്താണെന്ന് ചോദിക്കാം. അങ്ങനെ മാത്രം എടുത്ത് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ തോക്കിന്റെ വിഷയമാണ് അവിടെ എഴുതാനുള്ളത്. ഇനി സാമ്പത്തിക കാരണങ്ങളാണ് ചോദിക്കുവാണെങ്കിൽ അങ്ങനെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോന്നെടുത്ത് ചിലപ്പോ മൊത്തവും കാരണങ്ങൾ ചോദിച്ചെന്ന് വരാം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് 1857 കലാപത്തില് എന്താണ്, ഒരു വിഭാഗക്കാരാണോ നിന്നത്? ഇല്ല, ആയിരക്കണക്കിന് ആൾക്കാരോളം മരിച്ചു. അത് വേറൊരു കാര്യം. പക്ഷേ കർഷകര്, അതുപോലെ തന്നെ സെമീന്ദാസ്, പ്രഭുക്കന്മാര്, രാജാക്കന്മാര്, ഭൂവുടമകൾ എല്ലാവരും പങ്കെടുത്ത ഒരു വിപ്ലവമായിരുന്നു 1857 കലാപം എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു എന്താണ്, ഒരു നാഴികക്കല്ല് തന്നെയായിരുന്നു 1857 കലാപം എന്ന് പറയുന്നത്. എന്താണ്, ഒരു നാഴികക്കല്ല് തന്നെയാണ്, ഇന്ത്യൻ ചരിത്രത്തില് ഒരു നാഴികക്കല്ലായിട്ട് മാറി. 3 നൂറ്റാണ്ടുകളിലേറെയായി എന്ത് ചെയ്തു, ഇത് നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. 3 നൂറ്റാണ്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ച, മനസ്സിലായോ? 1851 വിക്ടോറിയ രാജ്ഞിയുടെ എന്താണ് വിളംബരത്തോടു കൂടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എന്താണ് ഭരണം ഇന്ത്യയിൽ അവസാനിപ്പിച്ചത് ഏത് കലാപത്തോടു കൂടിയാണ്? 1857 കലാപത്തിൽ കൂടെയാണ്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 1857 ഫലങ്ങൾ എന്നാണ് ചോദിക്കുവാണെങ്കിൽ എന്തൊക്കെയാണ്? 1857 റിവോൾട്ടിന്റെ റിസൾട്ട് ചോദിക്കുമ്പോൾ എങ്ങനെ എഴുതാം? ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറിയ വിപ്ലവമായിരുന്നു 1857 കലാപം എന്ന് പറയുന്നത്. 3 നൂറ്റാണ്ടുകളിലെ പഴക്കമുണ്ടായിരുന്ന എന്താണ് മുഗൾ ഭരണത്തേക്ക് എന്ത് ചെയ്തു? തച്ചുടച്ചു. മുഗൾ ഭരണത്തിന് അന്ത്യം കുറിച്ച ഒരു വിപ്ലവമായിരുന്നു, അല്ലെങ്കിൽ ഒരു കലാപമായിരുന്നു നമ്മുടെ 1857 കലാപം. നൂറ്റാണ്ടുകളായി നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തെ എന്ത് ചെയ്തു? സ്റ്റക്ക് ചെയ്തത് ആണല്ലേ. അവിടെ പറയുന്നുണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം എന്ത് ചെയ്തു? നിർത്തലാക്കിയത് അല്ലെങ്കിൽ എന്താണ് അവസാനിപ്പിച്ചത് ഈ ഒരു 1857 കലാപത്തിൽ കൂടെയാണ്. ഓക്കെ, പിന്നെ ദത്തവകാശവും സാമ്രാജ്യ പിടിച്ചെടുക്കൽ നയവും ഒക്കെ എന്ത് ചെയ്തു? അവസാനിച്ചത്. അതെല്ലാം ഉപേക്ഷിച്ചതും 1857 ഒരു റിസൾട്ട് തന്നെയാണ്. വിഭജിച്ചു ഭരിക്കൽ നയം, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, വിഭജിച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതുള്ളതായിരുന്നു ബ്രിട്ടീഷുകാരുടെ അജണ്ട എന്ന് പറയുന്നത്. ഈ ഭിന്നിപ്പിച്ചു ഭരിക്കുക അല്ലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ട് മാറുകയും ഇന്ത്യക്കാർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ ഇവർ ഇത് എന്ത് ചെയ്തു? വളരെയധികം ഉപയോഗിക്കപ്പെട്ടു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം മാത്രമാണ് ഇവിടെ ഇപ്പോ ഇല്ലാതിരുന്നത്, അതായത് നിർത്തലാക്കിയത്. ബാക്കി കാര്യങ്ങൾ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. ഇവിടെ പറയുന്നുണ്ട് കലാപം എന്താണ്? ഹിന്ദു മുസ്ലിം ഐക്യത്തിൽ വിള്ളൽ ഉണ്ടാക്കി. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു മതവികാരത്തെ ചൊടിപ്പിച്ച ഒരു സംഭവമായിരുന്നു ആ തോക്കിന്റെ വിഷയം. അതോടുകൂടി ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ എന്തായി മാറുന്നു? ബദ്ധ ശത്രുക്കൾ, അല്ലെങ്കിൽ അവരുടെ ബന്ധം തന്നെ എന്ത് ചെയ്തു? വിള്ളല് സൃഷ്ടിച്ചു. പിന്നെ ആധുനിക ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉത്ഭവത്തിന് വഴിതെളിയിച്ചു. ആധുനിക ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉത്ഭവത്തിന് വഴിതെളിയിച്ചു. ദേശീയ പ്രസ്ഥാനം, നമ്മുടെ നാഷണൽ എന്നൊരു ഫീലിംഗ് ഒക്കെ വന്നത് ഈ ഒരു 1857 കലാപത്തിന് ഒരു റിസൾട്ടാണ്. അപ്പൊ 1857 കലാപത്തിന്റെ ഫലങ്ങൾ ചോദിക്കുമ്പോൾ എങ്ങനെ എഴുതും? നാഴികക്കല്ലായിരുന്നു, ഒരു നാഴികക്കല്ലായിട്ട് മാറിയ ഒരു വിപ്ലവമായിരുന്നു 1857 കലാപം എന്ന് പറയുന്നത്. രണ്ടാമത്തത് 3 നൂറ്റാണ്ടിലേറെ ഉണ്ടായിരുന്ന മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയത് ഈ 1857 കലാപം വഴിയാണ്. മുഗൾ ഭരണം അറിയാലോ, ബാബർ, അക്ബർ, അതുപോലെ തന്നെ ജഹാംഗീർ, ഹുമയൂൺ, ഔറംഗസേബ്, ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. മുഗൾ ഭരണം അല്ലെ ഇവിടെ പറയുന്നുണ്ട് പാനിപ്പത്ത് യുദ്ധമൊക്കെ. ബാബറാണ് നമ്മുടെ മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. പക്ഷെ മുഗൾ ഭരണത്തിന് ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ അക്ബർ ആണ്.
അപ്പോ ഇങ്ങനെയുള്ള ആ ഒരു ഭരണത്തെ 3 നൂറ്റാണ്ടുകളിലേറെ നീണ്ടുനിന്ന ഈ ഒരു ഭരണത്തെ എന്ത് ചെയ്തു? ടച്ചുടച്ചു, അല്ലെങ്കിൽ എന്തെന്ന് അതിന് അന്ത്യം കുറിക്കേണ്ടി വന്നു. ഏതു യുദ്ധത്തിലൂടെ? 1757 കലാപത്തിലൂടെ. അടുത്ത പോയിന്റ് എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിപ്പിച്ചു. അടുത്തെന്താണ്? ദത്തവകാശ നിരോധന നിയമവും സാമ്രാജ്യത്യ വികസന നയവും ഒക്കെ എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. ഓക്കെ, ദത്തവകാശ നിരോധന നിയമം അറിയാമല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്? വിഭജിച്ച് ഭരിക്കൽ എന്ന് പറഞ്ഞ നയത്തിൽ തന്നെ ആര് പോവുകയാണ്? ബ്രിട്ടീഷുകാർ പോവുകയാണ്. പിന്നെ കലാപം ഹിന്ദു മുസ്ലിം ഐക്യത്തിൽ എന്തുണ്ടാക്കി? വിള്ളലുണ്ടാക്കി. ഹിന്ദു മുസ്ലിം ഐക്യത്തിൽ എന്തുണ്ടാക്കി? വിള്ളലുണ്ടാക്കി. പിന്നെ ആധുനിക ദേശീയ പ്രസ്ഥാനത്തിന് വഴി തെളിയിച്ചു. ആധുനിക ദേശീയ പ്രസ്ഥാനത്തിന് വഴി തെളിയിച്ച ഒരു കലാപം ആയിരുന്നു. ഓക്കെ, ഇനി പരാജയ കാരണം. ഇത് തോറ്റു, പക്ഷെ ഒരു പരിധിവരെ പിടിച്ചു നിന്നുവെങ്കിലും പക്ഷേ നമുക്കറിയാം ബ്രിട്ടീഷുകാരോട് നമുക്ക് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അത് അങ്ങോട്ട് സക്സസിലോട്ട് എത്താൻ വളരെ പ്രയാസമാണ്. കാരണം എന്താണ്? നമുക്ക് വേണ്ടത്ര എക്യുപ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും എവിടെ ഇല്ല. നമ്മുടെ ഇന്ത്യ പോലെ ഒരു കുഞ്ഞു കൺട്രിയിൽ ഇല്ലായിരുന്നു. മനസ്സിലായി? അതാണ് ഒന്നാമത്തെ കാരണം. അതായത് സംഘടനം, അല്ലെങ്കിൽ ഒരു സംഘടിച്ച് നിൽക്കാനുള്ള ഒരു ഹെൽപ്പ് ആർക്കില്ല? നമുക്കില്ലായിരുന്നു. അതാണ് പറഞ്ഞത്, സംഘാടനത്തിന്റെയും ആസൂത്രണത്തിന്റെയും കുറവ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എന്തുകൊണ്ടാണ് യുദ്ധം പരാജയപ്പെട്ടത്? ഇന്ത്യക്കാർ പരാജയപ്പെട്ടത് എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 1857 കലാപത്തിന്റെ പരാജയ കാരണങ്ങൾ ചോദിച്ചാൽ എങ്ങനെ എഴുതും? അതായത് സമാധാനത്തിന്റെയും ആസൂത്രണത്തിന്റെയും കുറവ്. ഒരു എന്താണ്, നമ്മളൊരു യുദ്ധം ചെയ്യുമ്പോൾ കുറച്ച് പ്ലാനിങ് ഉണ്ട് അല്ലെ? ഒരു വീട് വെക്കുമ്പോൾ പെട്ടെന്ന് പോയിട്ട് ഒരിടത്ത് വീട് തട്ടിക്കൂട്ടാൻ കഴിയുമോ? അല്ല, അതിന് നിലം നോക്കണം അല്ലെ? അത് ഉറപ്പുള്ള ഫൗണ്ടേഷൻ നമുക്ക് ഇടാൻ കഴിയുമോ നോക്കണം. ഒരു നല്ലൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഇങ്ങനെ കുറെ കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ വീട് അതെന്തായി മാറുന്നത്. പക്ഷെ ഇവിടെ 1857 കലാപത്തിൽ എന്തില്ലായിരുന്നു? ഒരു ആസൂത്രണം ഇല്ലായിരുന്നു. ഒരു ആസൂത്രണം എന്ന് പറയുമ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമായിരുന്നു. ഒരു കൃത്യമായ ഒരു ആസൂത്രണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏതൊരു കലാപവും വിജയിക്കുള്ളൂ അല്ലെ? ഇവിടെ എങ്ങനെയാണ്? പരിശീലനം ലഭിച്ച നേതാക്കന്മാരുടെ കുറവ് അല്ലെ? നല്ല സൈന്യത്തിൽ നല്ല ആൾക്കാർ, നല്ല എന്താണ് അവർക്കുള്ളത് പോലെയുള്ള യുദ്ധം ചെയ്യാനുള്ള മികവോ കഴിവോ നമുക്ക് ഇല്ലായിരുന്നു. അതാണ് പറഞ്ഞ ആസൂത്രണത്തിന്റെയും പരിശീലനത്തിന്റെയും കുറവ്, സംഘാടനത്തിന്റെ കുറവ്. പിന്നെ വലിയ ജമീന്ദാർമാരും പണമിടപാരും വ്യവസായികളും ഒക്കെ എന്ത് ഇതിൽ നിന്ന് മാറി നിന്നു. ചില സെമീന്ദാസും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ നമ്മുടെ ഈ 1857 കലാപത്തിൽ നിന്ന് മാറി നിന്നു. മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കലാപത്തിൽ സഹകരിച്ചില്ല. അപ്പോ എങ്ങനെയാണ്? ആളെണ്ണം കൂടിയാലല്ലേ വിജയിക്കുള്ളൂ. അതും ആളെണ്ണം കൂടിയാൽ മാത്രമല്ല കഴിവുള്ളവരും കൂടെ വേണം അല്ലെ? അങ്ങനെ കുറെ പേര് വിട്ടുനിന്നു. കലാപത്തിൽ നിന്ന് വിട്ടുനിന്നതും കലാപം പരാജയപ്പെടാനായിട്ട് കാരണമായി. ബ്രിട്ടീഷ് സേനയുടെ പരിശീലനം നേടിയ നേതൃത്വത്തിനെതിരെ പിടിച്ചു നിൽക്കാൻ ഇന്ത്യക്കാർക്കായില്ല. ബ്രിട്ടീഷുകാർക്ക് നല്ല ഗൺഷൂട്ടും അതുപോലെ തന്നെ എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ പീരങ്കി പടയ്ക്കും അതുപോലെ തന്നെ അവരുടെ കൈകളിലുള്ള ആ ഉപകരണങ്ങളുടെ നേരെ എന്താണ് പിടിച്ചു നിൽക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? നമ്മുടെ ഇന്ത്യക്കാർക്ക് കഴിഞ്ഞില്ല. അങ്ങനെയും കലാപം എന്തു ചെയ്തു? പരാജയപ്പെട്ടു. ബ്രിട്ടീഷുകാരുടെ ആധുനിക ഗതാഗത സാങ്കേതിക വിദ്യയും ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്ന നല്ല സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ കാര്യങ്ങളൊന്നും ആർക്കില്ല? നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇല്ലായിരുന്നു. അതെല്ലാം കൊണ്ടും ഇന്ത്യക്കാരുടെ ഈ വിപ്ലവം അല്ലെങ്കിൽ ഈ കലാപം പരാജയപ്പെടാനായിട്ട് കാരണമായി. മനസ്സിലാവുന്നുണ്ടോ? 1857 കലാപത്തിന്റെ ഫലങ്ങൾ നമ്മൾ പഠിച്ചു. ഇപ്പൊ പഠിച്ചത് 1857 കലാപത്തിന്റെ പരാജയങ്ങളാണ്, പരാജയ കാരണങ്ങളാണ് പഠിച്ചത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് പറഞ്ഞത്? 1857 കലാപത്തില് എന്താണ്? ഒരു സംഘാടനത്തിന്റെയും ആസൂത്രണത്തിന്റെയും പരിശീലനത്തിന്റെയും കുറവ് ആർക്കുണ്ടായിരുന്നു? ഇന്ത്യൻ ജനതയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ സെമീന്ദാസും അതുപോലെ വലിയ ഭൂവുടമകളും എവിടെ നിന്ന് മാറി നിന്നു? നമ്മുടെ കലാപത്തിൽ നിന്ന് മാറി നിന്നു. പിന്നെ ഇവിടെ പറയുന്നുണ്ട് ബ്രിട്ടീഷ് സേനയുടെ അത്രയും പരിശീലനം ആർക്കില്ല? ഇന്ത്യക്കാർക്കുണ്ടായിരുന്നോ? ഇല്ല. ഇന്ത്യക്കാരുടെ തോക്കും കാര്യങ്ങളൊക്കെ വളരെ പരിതാപകരമായിരുന്നു അല്ലെ? അപ്പൊ നമുക്ക് അതിനുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അവരുടെ പീരങ്കി പടയ്ക്ക് മുന്നേ പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല. നമ്മൾ പരാജയപ്പെടേണ്ടതായിട്ട് വന്നു. പിന്നെ എന്താ പറഞ്ഞത്? ഒരു ഭൂരിപക്ഷം ആൾക്കാരും വിട്ടുനിന്നു. ഒരു കലാപമായാലും ഏതൊരു കാര്യമായാലും നമുക്ക് എന്ത് വേണോ? എല്ലാവരും ഒത്തുപിടിച്ച മലയും പോരും. പക്ഷെ കുറെ പേര് വിട്ടുനിന്നു. പിന്നെ ബ്രിട്ടീഷുകാരുടെ ആധുനിക സാങ്കേതിക വിദ്യകളും ഗതാഗത സംവിധാനങ്ങളും ആർക്കില്ലായിരുന്നു? നമ്മുടെ ബ്രിട്ടീഷുകാരുടെ പോലെ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇല്ലായിരുന്നു. ഇതാണ് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഈ കലാപത്തിൽ പങ്കെടുത്ത കുറച്ച് നേതാക്കന്മാരെ പേരെഴുതാനാണ്. ഒരു 5-6 പേര് എഴുതണം. ഓക്കെ, നോക്കാം. ഒരു 5 പേരൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക, നോട്ട് ചെയ്ത് വെച്ചാൽ മതി. വേറൊന്നും നിങ്ങൾ പഠിക്കേണ്ട. കലാപത്തിൽ പങ്കെടുത്ത 5 പേര്. ഒന്നാമത്തെ റാണി ലക്ഷ്മിഭായ്. കുറെ പേരുണ്ട്, ഞാൻ മെയിൻ ആയിട്ടുള്ള ആൾക്കാരെ പറയാം. റാണി ലക്ഷ്മിഭായ്. ഓക്കെ. രണ്ടാമത്തത് എന്താണ്? താന്തിയോ തോപ്പി. പിന്നെ കൺവർ സിംഗ്. മൂന്നാമത്തത് കൺവർ സിംഗ്. പിന്നെ ബീഗം ഹസ്രത്ത് മഹൽ.
ബീഗം ഹസ്രത്ത് മഹൽ. പിന്നെ പറയുന്നുണ്ട് എന്താണ്, നമ്മുടെ നാനാ സാഹിബ്. ഓക്കെ, നാനാ സാഹിബ്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഒന്നാം ലോകം ഈ ഒരു വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നൊക്കെ പറയുന്നത് നാനാ സാഹിബിനെയാണ്. അപ്പൊ നിങ്ങൾ അതൊക്കെ വലിയ ആധികാരികമായിട്ട് പഠിക്കണമെന്നും പോലെ, എന്നാൽ അറിവിലത്തേക്ക് പറയാം, ഒരു ഈ 1857 കലാപത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് നാനാ സാഹിബിനെയാണ് പറയുന്നത്. ഇതില് ഈ താന്ത്യ തോപ്പിയാണ് ഗറില്ല മുറകള് എന്ത് ചെയ്ത് ഇവിടെ ഈ യുദ്ധത്തിൽ കൊണ്ടുവന്നത്. ഗറില്ല മുറകൾ ഉപയോഗിച്ച് യുദ്ധത്തെ നേരിട്ട വ്യക്തിയാണ് താന്ത്യ തോപ്പി. രണ്ടെണ്ണം ജസ്റ്റ് ഒന്ന് അറിവിലത്തേക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ 5 പേരെ പേര് പഠിച്ചു വെക്കാം. ആരൊക്കെയാണ്? റാണി ലക്ഷ്മിഭായി, താന്ത്യ തോപ്പി, പിന്നെന്താണ് കൺവർ സിംഗ്, നാനാ സാഹിബ്, ബീഗം ഹസ്രത്ത് മഹൽ, പിന്നെന്താണ് 5 എണ്ണം പഠിച്ചു വെക്കുക. 5 എണ്ണമെങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ, താന്ത്യ തോപ്പി, നാനാ സാഹിബ്, കൺവർ സിംഗ്, റാണി ലക്ഷ്മിഭായി, പിന്നെ എന്താണ് ഇവിടെ പറഞ്ഞ ബീഗം ഹസ്രത്ത് മഹൽ. അങ്ങനെ 5 പേരുടെ പേര് പഠിച്ചു വെക്കാം. ഓക്കെ, ഇതാണ് 5 പേരൊക്കെ അല്ല, ഇനിയും ഉണ്ട് കുറെ പേര്. പക്ഷെ നമുക്ക് 5 പേരൊക്കെ എന്ത് ചെയ്താൽ മതി, നമ്മളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ കലാപത്തിൽ പങ്കെടുത്ത നേതാക്കൾ. റാണി ലക്ഷ്മിഭായി വളരെ ധീരമായിട്ട് പോരാടിയ ഒരു വ്യക്തി, അതിൽ പോരാടി മരണം കൈവരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയൊക്കെയാണ്. അത് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവും. വളരെ കഴിവുറ്റ ഒരു ഭരണാധികാരിയായിരുന്നു റാണി ലക്ഷ്മിഭായി. ഓക്കെ, മണികർണിക എന്ന പേരിൽ അറിയപ്പെട്ടു. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് എന്താണ് 5 നേതാക്കളെ ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ഗോത്രവർഗ കലാപങ്ങളെ കുറിച്ചാണ്. ഇനിയുള്ളത് സിമ്പിൾ കാര്യമാണ്, ജസ്റ്റ് ഒന്ന് അറിവിലെത്തിക്കുക. അത് എന്ന് നടന്നു, എവിടെ നടന്നു, എന്തായിരുന്നു കാരണം, ഇത്രയും മാത്രം ഒന്ന് പഠിച്ചു വെക്കാം. ഒന്നാമത്തെ സന്യാസി ലഹള. സന്യാസി ലഹള എവിടെയാണ് നടന്നത്? നമ്മുടെ ബംഗാളിലാണ് നടന്നത്. സന്യാസി ലഹള എവിടെയാണ് നടന്നത്? ബംഗാളിലാണ്. 1770 1820 കാലഘട്ടമാണ്, പഠിച്ചു വെക്കുക. 1770 1820 വരെ നീണ്ടു നിന്ന കലാപമാണ് സന്യാസി ലഹള എന്ന് പറയുന്നത്. ഈ സന്യാസി ലഹളയുടെ നേതാവ് എന്ന് പറയുന്ന ആരാണ്? അത്രയും ജസ്റ്റ് കുഞ്ഞു കാര്യം പഠിച്ചു വെച്ചാൽ മതി. പണ്ഡിറ്റ് ഭവാനി ചരൺ പഥക്കും പിന്നെ ദേവി ചൗധുറാണി. ഓക്കെ, പണ്ഡിറ്റ് ഭവാനി ചരൺ പഥക് എന്ന് പറയുന്ന വ്യക്തിയും ദേവി ചൗധുറാണിയുമാണ് സന്യാസി കലാപം എന്ത് ചെയ്തത്? കൊണ്ടുവന്നത്. ഇത് എവിടെയാണ് നടന്നത്? ആർക്കെതിരെയാ? നമുക്കറിയാം അല്ലെ, എല്ലാ കലാപവും നടക്കുന്ന ആർക്കെതിരെയാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാണ് അല്ലെ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരെ നടന്ന ഏറ്റവും പ്രാകൃതമായ വിപ്ലവത്തെയാണ് സന്യാസി കലാപം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സന്യാസി ലഹള എന്ന് പറയുന്നത്. പ്രാകൃതം എന്ന് പറയുമ്പോൾ എന്താണ്? വളരെ പഴക്കം ചെന്നതാണ്. അന്നേരം നേരിടാൻ പോകുമ്പോൾ വളരെ ലാഘവത്തോടെ പോയാൽ മതിയോ? ഇല്ലല്ലേ, കാരണം ശക്തമായ ഒരു പ്രബല കൺട്രിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ പോകുമ്പോൾ തന്നെ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് പോയി നേരിടാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അങ്ങനെ നടന്ന ഒരു ആസൂത്രണമോ ഒരു പരിശീലനമോ ഒന്നും ഇല്ലാതെ നടന്നതാണ് സന്യാസി ലഹള എന്ന് പറയുന്നത്. ഓക്കെ, സന്യാസി ലഹള എന്ന് പറയുന്നത് എപ്പോഴാണ് നടന്നത്? 1770 1820 വരെ നീണ്ടു നിന്നു. ഓക്കെ, എങ്ങനെയാ നടന്നത്? എവിടെയാണ് നടന്നത്? ബംഗാളിലാണ് നടന്നത്. ആരൊക്കെയാണ് ഭരണാധികാരികൾ അല്ലെങ്കിൽ അത് നടത്തിയ നേതാക്കൾ എന്ന് പറയുന്ന ആരാണ്? പണ്ഡിറ്റ് ഭവാനി ചരൺ പഥക്കും ദേവി ചൗധുറാണിയുമാണ്. നടന്നത് എവിടെയാണ്? ബംഗാളിലാണ് നടന്നത് ബംഗാളിലാണ്. ആർക്കെതിരെ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ഏറ്റവും പ്രാകൃതമായ വിപ്ലവമാണ് സന്യാസി കലാപം എന്ന് പറയുന്നത്. ഓക്കെ, ഈ സന്യാസി ലഹളയെ ആസ്ഥാനമാക്കി അല്ലെങ്കിൽ അടിസ്ഥാനമാക്കിയിട്ട് നമ്മുടെ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ഒരു നോവലുണ്ട്, പഠിച്ചു വയ്ക്കുക, ആനന്ദമഠം. ഓക്കെ, സന്യാസി ഈ കലാപത്തെ അടിസ്ഥാനപ്പെടുത്തി ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ത് ചെയ്തു? രചിച്ച ഒരു നോവലുണ്ട്, അതിന്റെ പേരാണ് ആനന്ദമഠം. ഓക്കെ, ഈ ആനന്ദമഠം സന്യാസി കലാപം മനസ്സിലാലോ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന പ്രാകൃതമായ കലാപത്തെയാണ് സന്യാസി ലഹള എന്ന് പറയുന്നത്. ഇനി ഫക്കീർ കലാപം. ഫക്കീർ കലാപം എന്താ നടന്നത്? എവിടെയാണ് നടന്നത്? അതും ബംഗാളിലാണ്. നേതാവ് ആരാണ്? മജ്നു ഷാ. നേതാവ് മജ്നു ഷായാണ് ഫക്കീർ കലാപത്തിന്റെ നേതാവ് എന്ന് പറയുന്നത്. എവിടെയാണ് നടന്നത്? ബംഗാളിലാണ് നടന്നത്. ഇതും അതുപോലെ തന്നെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒരു ഗോത്രവർഗ കലാപമായിരുന്നു ഏതെന്ന് പറയുന്നത്? ഫക്കീർ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒരു ഗോത്രവർഗ കലാപമായിരുന്നു ഫക്കീർ കലാപം എന്ന് പറയുന്നത്. കാരണം അവരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന നയങ്ങളും ചൂഷണങ്ങളും കൃഷി മേഖലയെ തകർത്തതൊക്കെ ഇതിന് കാരണമായി. ഇതൊക്കെയാണ് ഫക്കീർ കലാപത്തിന്റെ ഒരു അലഞ്ഞു തിരിഞ്ഞ ഒരു ഭിക്ഷാടന സഞ്ചാരികളുടെ ഒരു കൂട്ടമാണ്, അതുപോലത്തെ ഒരു കൂട്ടമാണ്. അപ്പൊ അവർക്കെതിരെ അവരും എന്ത് ചെയ്തു? നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരു കലാപമാണ് ഫക്കീർ കലാപം. നടന്നത് എവിടെയാണ്? ബംഗാളിലാണ്. നേതാവ് ആരാണ്? മജ്നു ഷാ. ക്ലിയർ. ഇനി ഉള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ പഠിച്ചിരിക്കണം. സന്താൾ കലാപം. സന്താൾ കലാപം എന്താണ്? എവിടെയാണ് നടന്നത്? സന്താൾ കലാപം ഇതുപോലെ രാജ്മഹൽ കുന്നെന്ന് പറയുന്ന സ്ഥലത്താണ്. രാജ്മഹൽ കുന്നെന്ന് പറയുന്ന നേതാക്കന്മാര് 2 പേരുണ്ട്, സിദ്ധുവും കാണ്ടോ.
ഓക്കെ, രാജ്മഹൽ കുന്നില് സിദ്ധുവും കാണ്ടുമാണ് നമ്മുടെ സന്താൾ കലാപത്തിൽ എന്ത് ചെയ്തത്, വഴി തെളിയിച്ചത്, അല്ലെങ്കിൽ സന്താൾ കലാപം കൊണ്ടുവന്ന വ്യക്തികളാണ് സിദ്ധുവും കാണ്ടും. എപ്പോഴാണ്? 1885 സന്താൾ കലാപം ഉണ്ടായത്. ഇതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? ഇവർക്ക് കാടിൽ ജീവിക്കുന്ന കാടിന്റെ മക്കളാണ്. ഈ കാടിന്റെ മക്കൾക്കുള്ള ആ വനവിഭവങ്ങൾക്കും അതുപോലെ തന്നെ വനത്തിലുള്ള പ്രോഡക്ട്സിനും ഒക്കെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു? ടാക്സ് നിശ്ചയിക്കുകയാണ്. ടാക്സ് നിശ്ചയിച്ചു. മനസ്സിലായോ? അപ്പൊ ഇവർക്ക് ഇവര് അവിടെ നിന്നുള്ള കായ്കനികൾ അതുപോലെ അവിടെയുള്ള കാര്യങ്ങൾ ശേഖരിച്ച് ജീവിക്കുന്നവരാണ്. വിറകായാലും തേനായാലും അങ്ങനെയുള്ള. അപ്പൊ ഇതിനെല്ലാം നമ്മുടെ ബ്രിട്ടീഷുകാർ ടാക്സ്, നികുതി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ പ്രകോപനം കൊണ്ട് സിദ്ധു കാണ്ടു എന്ന് പറയുന്ന 2 ഗോത്രവർഗത്തിലുള്ള ആൾക്കാർ നടത്തിയ കലാപമാണ് എന്തെന്ന് പറയുന്നത്? സന്താൾ കലാപം. എവിടെയാണ്? രാജ്മഹൽ കുന്നെന്ന് പറയുന്ന സ്ഥലത്താണ്. രാജ്മഹൽ കുന്നിലാണ് എന്ത് ചെയ്തത്? സിദ്ധു കാണ്ടു നമ്മുടെ കലാപം നടത്തിയത്. ഇവർ ആ കുന്നിൽ താമസിച്ചിരുന്ന 2 പേരാണ്, 2 ഗോത്രവർഗക്കാരാണ്. ഓക്കെ, കാരണം അവിടെയുള്ള എല്ലാ പ്രോഡക്റ്റിനും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? നികുതികള് ഏർപ്പെടുത്തുകയാണ്. ഇവിടെ പറയുന്നുണ്ട് വലിയൊരു ഗോത്രവർഗ കലാപമായിരുന്നു അല്ലെ, സിദ്ധു കാണ്ടു നടത്തിയ ഈ ഒരു കലാപം വലിയ ഗോത്രവർഗ കലാപമായിരുന്നു. കാരണം ഇവിടെ പറയുന്നുണ്ട് കൃഷിയിലും കൃഷിഭൂമിക്കും വനവിഭവങ്ങൾക്കും ഒക്കെ എന്ത് ചെയ്തു? അവർ നികുതി ചുമത്തി ബ്രിട്ടീഷുകാർ. ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയും റൈറ്റ് ടു വാർ സിസ്റ്റവും ഒക്കെ നമ്മുടെ സിദ്ധുവിന്റെയും കാണ്ടുവിന്റെയും ഒക്കെ ജീവിതത്തെ തന്നെ എന്ത് ചെയ്തു? മാറ്റിമറിച്ചു. കാരണം ഗോത്രവർഗക്കാരുടെ അവർ കാടിനുള്ളിലുള്ളവരാണ്. അവർക്കൊരു തടി എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ എടുക്കണമെങ്കിലോ ആരുടെ അനുവാദം വേണ്ടി വന്നു? ബ്രിട്ടീഷുകാരുടെ അനുവാദം വേണ്ടി വന്നു. അപ്പൊ ഇതെന്തായാലും സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് ചെയ്തു? വളരെ പ്രശ്നം സൃഷ്ടിക്കുകയും പ്രകോപനം കൊള്ളുകയും ഇവർ ഇതിനെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ വിപ്ലവമാണ് അല്ലെങ്കിൽ കലാപമാണ് സന്താൾ കലാപം. പക്ഷെ ഈ കലാപങ്ങളെല്ലാം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അടിച്ചമർത്തുകയുണ്ടായി അല്ലെ. നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചു, നമ്മുടെ കയ്യിൽ അത്രയ്ക്കുള്ള വെപ്പൺസും കാര്യങ്ങളൊന്നും നമുക്ക് ഇല്ലായിരുന്നു. അതാണ് ഒന്നാമത്തെ നമ്മുടെ പ്രശ്നമെന്ന് പറയുന്നത്. സൈനിക ബലം ഏറ്റവും കൂടുതൽ ആർക്കുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പരിധി വരെ ഒളിപ്പോരിലൂടെയും അതുപോലെ തന്നെ മറ്റ് ഒളിഞ്ഞിരുന്ന ആക്രമണത്തിലൂടെ അറ്റാക്കിലൂടെയൊക്കെ നമ്മുടെ ഈ ഗോത്രവർഗ കലാപത്തിൽ നിന്ന് കുറെ ആൾക്കാർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ വന്ന 2 പേരാണ് ആരൊക്കെ? സിദ്ധുവും കാണ്ടും. രാജ്മഹൽ കുന്നുകളില് അല്ലെ, കൃഷിഭൂമിയിലുള്ള കൃഷി വനങ്ങളുടെ പ്രോഡക്റ്റുകൾ അല്ലെ, കൃഷി വനത്തിലെ വനങ്ങളിലുള്ള പ്രോഡക്റ്റിലും അതുപോലെ ഭൂമിയിലെല്ലാം ബ്രിട്ടീഷുകാർ അമിതമായി നികുതി ചുമത്തിയത് ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെ അതിൽ പ്രകോപനം കൊണ്ടുകൊണ്ട് നടത്തിയ കലാപമാണ് സന്താൾ കലാപം. അപ്പൊ ഇവിടെ 3 കലാപം പഠിച്ചു: ഫക്കീർ കലാപം, സന്യാസി കലാപം, സന്താൾ കലാപം. ഓക്കെ, നന്നായിട്ടൊന്ന് മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ 1857 കലാപം നമ്മൾ പഠിച്ചു, അതിന്റെ പെട്ടെന്നുണ്ടായ കാരണം പഠിച്ചു, സാമ്പത്തിക കാരണങ്ങള്, സൈനിക കാരണങ്ങളൊക്കെ പഠിച്ചു. പിന്നെ കലാപം എന്തുകൊണ്ട് പരാജയപ്പെട്ടു, കലാപത്തിൽ എന്തെല്ലാം ഫലങ്ങളുണ്ട്, കുറച്ച് റിസൾട്ടും ഉണ്ട്, മെരിറ്റ്സും ഉണ്ട്, ഡിമെരിറ്റ്സും. മെരിറ്റ്സ് എന്തൊക്കെയായിരുന്നു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചു, ദത്തവകാശം അവസാനിപ്പിച്ചു. ഓക്കെ, പിന്നെ നാട്ടുരാജ്യങ്ങളുടെ മേൽ അടിച്ചമർത്തുന്ന രീതിയും പിടിച്ചെടുക്കുന്ന രീതിയും അവസാനിച്ചു. പക്ഷെ ഭിന്നിപ്പിച്ച് ഭരിക്കുക അവർ പിന്തുടർന്നുകൊണ്ടേ ഇരുന്നു. പിന്നെ പരാജയപ്പെടാനുള്ള കാരണം എന്താണ്? ആസൂത്രണം ഇല്ലായിരുന്നു അല്ലെ, നല്ലൊരു ആസൂത്രണം പരിശീലനം ഒന്നും ഇല്ലായിരുന്നു. അപ്പോ ഇതൊക്കെയാണ് ഈ പാഠത്തിൽ ഇത് പഠിച്ചിരിക്കുക, ഇത് പഠിച്ചേ പറ്റൂ. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠമാണ്. നല്ല വൃത്തിയായിട്ട് ഒന്ന് പഠിച്ചു വെക്കുക, നന്നായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് ഇതിനെന്തായാലും ചോദ്യം എന്തായാലും ഉറപ്പായിട്ട് വരും. 100% ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠം. എവിടെ ഏതൊരു ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടിയും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് 1857 റിവോൾട്ടും അതിനോടനുബന്ധിച്ച് നടന്ന കലാപങ്ങളും ഒക്കെ. അപ്പൊ നന്നായിട്ട് പഠിക്കുക, ടെക്സ്റ്റ് എടുത്ത് വെച്ച് പഠിക്കുക, നോട്ട് തയ്യാറാക്കി പഠിക്കുക, ക്ലാസ് കൂടെ ഒന്ന് കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് ഈ പോർഷനിൽ നിന്നുള്ള ഏതൊരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് നേരിടാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് കഴിയും, ഉറപ്പാണ്. പഠനം നല്ല രീതിയിൽ കൊണ്ടുപോവുക, എന്നും പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കുക, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ ക്ലാസ്സുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.